ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറി എന്ന ടോപ്പിക്കാണ്. മെമ്മറി നമുക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതായത് ഒരാളുടെ പേര് നമുക്ക് ഓർക്കാൻ പറ്റില്ല മെമ്മറി ഇല്ലെങ്കിൽ, ഫ്രണ്ട്സിനെ ഓർക്കാൻ പറ്റില്ല, പഠിച്ചത് ഓർക്കാൻ പറ്റില്ല. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? മെമ്മറി റെഫേഴ്സ് ടു ദ പ്രോസസ് ദാറ്റ് ആർ യൂസ് ടു അക്വയർ, സ്റ്റോർ, റിറ്റെയിൻ, ലേറ്റർ റിട്രീവ് ഇൻഫോർമേഷൻ. അതായത് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് ലേറ്റർ റിട്രീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. ഇൻ ഹ്യൂമൻ ഷോർട്ട് ടേം മെമ്മറി ലൈക്ക് ഫോൺ നമ്പർ ആർ റിമെമ്പർ ഫോർ മിയർ സെക്കൻഡ്, വൈൽ ലോങ് ടേം മെമ്മറീസ് ലൈക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ക്യാൻ റിമെയിൻ ഫോർ ഡിക്കേഡ്സ്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോൺ നമ്പർ ഓർക്കുന്നത്, ഒരാളുടെ ബർത്ത്ഡേ ഓർക്കുന്നത്, ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ഓർക്കുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സൈക്കോളജിയിലെ മെമ്മറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ലേണിംഗ്, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ദർ ആർ 3 ബേസിക് പ്രോസസ് ഓഫ് മെമ്മറി ആണ് പറയുന്നത്. അതായത് റിസർച്ചേഴ്സ് പറയുന്നു മെമ്മറിയിൽ 3 മെയിൻ പ്രോസസ്സ് ഉണ്ട് എന്ന്. ആ 3 മെയിൻ പ്രോസസ് ആണ് ഒന്ന് എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്ന് പറയുന്നത്. These researchers noted that both human memory and computer memory must accomplish 3 basic tasks. First one, encoding, storage, retrieval. അതായത് റിസർച്ചേഴ്സ് പറയുന്നത് മെമ്മറിയിൽ 3 മെയിൻ പ്രോസസ്സ് ഉണ്ട് എന്നാണ്. അത് എൻകോഡിംഗ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, റിട്രീവൽ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കണ്ടതും കേട്ടതും ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടീച്ചർ ക്ലാസ് എടുക്കുന്നു, നമ്മൾ കേൾക്കുന്നു, അതെന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ എൻ്റർ ആകുന്നു. അപ്പം അറ്റൻഷൻ ഇല്ലെങ്കിൽ എന്താവൂല? എൻകോഡിംഗ് നടക്കൂല. അപ്പം എൻകോഡിങ്ങിന് യൂഷ്വലി റിക്വയർ അറ്റൻഷൻ എന്തായാലും എൻകോഡിങ്ങിന് വേണം. എൻകോഡിങ് ഇൻവോൾവ്സ് ഫോമിങ് എ മെമ്മറി കോഡ്. അപ്പം എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതും കേട്ടതും ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്യുന്നതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് വാട്ട് വി സീ, ഹിയർ, ഫീൽ, അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് പറയുന്നത് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്നത് എന്താ? ദ മെയിൻ്റെനൻസ് ഓഫ് എൻകോഡഡ് ഇൻഫോർമേഷൻ ഓവർ ടൈം. ദിസ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ദ ഇൻഫോർമേഷൻ. സ്റ്റോറേജ് എന്നത് എൻകോഡ് ചെയ്ത ഇൻഫോർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യും? ബ്രെയിനിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോറേജ് എന്നത് എൻകോഡ് ചെയ്ത ഇൻഫോർമേഷൻസ് ബ്രെയിനിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത് പെർമനന്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെയാണ് റിട്രീവൽ. ആക്സസിങ് ആൻഡ് ബ്രിങ്ങിങ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ ബാക്ക് ഇൻ ടു കോൺഷ്യസ് അവെയർനെസ് വെൻ നീഡഡ്. അതായത് റിട്രീവൽ എന്നത് നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻ ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാം ടൈമിൽ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യും? ഓർത്തെടുക്കുന്നത്, ഇത് ഓർത്ത് എഴുതുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും? ഓർത്ത് എഴുതുന്നത് എക്സാം ടൈമിൽ. അതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. അതായത് റിട്രീവൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുക? തിരിച്ചെടുക്കുക. അതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് 3 സ്റ്റേജസ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്: എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. ഇനി അടുത്തതാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മെമ്മറി മോഡലാണ്. ഇതിന് വേറെ പേര് പറയുന്നത് മൾട്ടി സ്റ്റോർ മോഡൽ, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദിസ് ഇസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ മോഡൽ ഓഫ് മെമ്മറി proposed by Atkinson and Shiffrin in 1968, sometimes known as the model memory or multi-store model or information processing model. ഇത് 1968ലാണ്. ഇവർ പറയുന്നത് നമ്മൾ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് 3 സെപ്പറേറ്റ് സിസ്റ്റം വഴിയാണെന്ന്. ഏതൊക്കെയാണ് ആ 3 സിസ്റ്റം? 1 സെൻസറി മെമ്മറി, 2 ഷോർട്ട് ടേം മെമ്മറി, 3 ലോങ് ടേം മെമ്മറി.
ഇത് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇങ്ങനെ 3 വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ suggested that we possess 3 distinct systems for storing information. ഫസ്റ്റ് വണ്ണാണ് എന്ത്, സെൻസറി മെമ്മറി. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന മെമ്മറിയാണ് ഇത് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെമ്മറി ദാറ്റ് ബ്രീഫ്ലി സ്റ്റോർ വാട്ട് വി സീ, ഹിയർ ഓർ ഫീൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വി എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വരുന്നതാണ് നമ്മൾ എന്ത് കണ്ടത്, കേട്ടത്, ഫീൽ ചെയ്തത് എന്നുള്ളത്. അതിനാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇതിനെ ഫസ്റ്റ് സ്റ്റോർ ഓഫ് മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി എന്ന് അറിയപ്പെടുന്നുണ്ട്. സെൻസറി മെമ്മറി പറയുന്നത് ഒരു ഷോർട്ട് ടേം മെമ്മറിയാണ്. സ്റ്റോർ ഫോർ ഇൻഫോർമേഷൻ ബീങ് പ്രോസസ്ഡ് ബൈ ദ സെൻസ് ഓർഗൻ. സെൻസറി മെമ്മറി ഹാസ് എ ലിമിറ്റഡ് ഡ്യൂറേഷൻ ടു സ്റ്റോർ ഇൻഫോർമേഷൻ, ടിപ്പിക്കലി ലെസ് ദാൻ എ സെക്കൻഡ്. ഇപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്ന വിഷൻ 1 സെക്കൻഡും ഹിയറിംഗ് 2 to 4 സെക്കൻഡ്സും ഉള്ളൂ. കപ്പാസിറ്റി എന്താ, വളരെ ഹൈ ആണ്, പക്ഷെ ഡ്യൂറേഷൻ എന്താണ്, കുറവാണ്. ഇനി സെൻസറി മെമ്മറി തന്നെ 5 ടൈപ്പ് ഉണ്ട്. അതിന് മുമ്പേ സെൻസറി മെമ്മറി ടെമ്പററി സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു. ഡ്യൂറേഷൻ 1 സെക്കൻഡ് ആണ്, ഫ്യൂ സെക്കൻഡ്സ് ആണ് ഹിയറിംഗ്. സെൻസറി മെമ്മറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു സബ്സിസ്റ്റൻസ് കോൾഡ് ദ സെൻസറി രജിസ്റ്റേഴ്സ്. അത് സെൻസറി മെമ്മറി 5 ടൈപ്സ് ഉണ്ട്. ഐക്കോണിക് മെമ്മറി, എക്കോയിക് മെമ്മറി, ഹാപ്റ്റിക്, ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി. അങ്ങനെ 5 എണ്ണാണ് സെൻസറി മെമ്മറിയിൽ പറയുന്നത്. ഫസ്റ്റ് ആണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഐക്കോണിക് എന്ന് പറയുന്നത് വിഷ്വൽ ആണ്. വിഷ്വൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് ആണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഐക്കോണിക് മെമ്മറി റിഫ്ലക്ട് ഇൻഫോർമേഷൻ ഫ്രം ദ വിഷ്വൽ സിസ്റ്റം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭിത്തിയിലൊരു ഉറുമ്പിനെ കാണുന്നത്, ആകാശത്തിൽ എയർക്രാഫ്റ്റ് കാണുന്നത്, ട്രാഫിക് ലൈറ്റ് ചേഞ്ച് കാണുന്നത്, ഇതൊക്കെ എന്താ വളരെ ഷോർട്ട് ടൈം മാത്രം ആണ് നമ്മൾ കാണുന്നത് അല്ലേ. It's a first decaying store visual information, a type of sensory memory that briefly store an image which has been perceived for small duration. ഇത് വളരെ ഷോർട്ട് ടൈം മാത്രമാണ് നിൽക്കുന്നത്. ഇത് ഭിത്തിയിൽ ഒരു ആൻഡ് കാണുക, ആകാശത്തിൽ ഒരു എയർക്രാഫ്റ്റ് കാണുന്നത്, ട്രാഫിക് ലൈറ്റ് ചേഞ്ച് കാണുന്നത്, ഇതൊക്കെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം കാണുന്നതാണ് ഇത് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. രണ്ടാമത്താണ് എക്കോയിക് മെമ്മറി. എക്കോയിക് മെമ്മറി വെച്ചാൽ എന്താ, ഓഡിറ്ററി, കേൾക്കുന്ന ശബ്ദങ്ങൾ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്ന സൗണ്ടുകൾ എന്താണ്, ടെമ്പററി ആയിട്ട് മാത്രം സ്റ്റോർ ചെയ്യുന്നതിനാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. എക്കോയിക് മെമ്മറി സ്റ്റോർ ഓഡിറ്ററി ഇൻഫോർമേഷൻ കമ്മിങ് ഫ്രം ദ ഇയർ. എക്കോയിക് മെമ്മറി is a type of sensory memory that briefly store auditory information for a short period of time, usually about 2 to 4 seconds. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മുതൽ 4 സെക്കൻഡ് വരെയാണ്. It's like a small sound echo that remain in your mind for a few seconds after you hear something. ഇത് കുറച്ച് സമയം വരെ, ഒരു സെക്കൻഡ്സ് വരെ നമുക്ക് എന്തായുള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എക്കോയിക് മെമ്മറി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ hearing the bark of a dog, hearing the bark of a dog, hearing the whistle of a police officer, hearing the horn of, അതായത് കാറിന്റെ ഹോൺ, പോലീസ് ഓഫീസറിന്റെ വിസിലൊക്കെ കേൾക്കുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതൊരു സ്മോൾ സൗണ്ട് എക്കോ പോലെ ബ്രെയിനിൽ നിൽക്കും. ഇതാണ് എക്കോയിക് മെമ്മറി, ഓഡിറ്ററി. ഇനി മൂന്നാമത്താണ് ഹാപ്റ്റിക് മെമ്മറി, ടച്ച്, അതായത് ടച്ചിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ. ഹാപ്റ്റിക് മെമ്മറി ഇസ് എ ടൈപ്പ് ഓഫ് സെൻസറി മെമ്മറി ദാറ്റ് ബ്രീഫ്ലി സ്റ്റോർ ഇൻഫോർമേഷൻ റിസീവ് ത്രൂ ദ സെൻസ് ഓഫ് ടച്ച്. ടച്ചിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴത്തുള്ളി നമ്മുടെ സ്കിന്നിൽ വീഴുന്നത്, ഫീലിംഗ് എ റെയിൻ ഡ്രോപ്പ് ഓൺ യുവർ സ്കിൻ. കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കീ ഫീൽ കിട്ടുന്നത്, അതായത് കീ ഫീൽ ചെയ്യുന്നത്, ഗിറ്റാർ സ്ട്രിങ് തൊടുന്നത്, ഇതൊക്കെയാണ് എന്ത്, ഹെപ്റ്റിക് മെമ്മറിന്റെ എക്സാമ്പിൾ. ഫീലിംഗ് എ റെയിൻ ഡ്രോപ്പ് ഓൺ യുവർ സ്കിൻ, ഫീലിംഗ് എ കീ വൈൽ ടൈപ്പിംഗ് ഓൺ ദ കീബോർഡ്, ഫീലിംഗ് എ സ്ട്രിങ് ആസ് യു പ്ലേ ദ ഗിറ്റാർ. ഇത് മൂന്നാണ് ഓഡിറ്ററി, ടച്ച്, വിഷ്വൽ. ഇനി അടുത്തതാണ് പറയുന്നത് ഓൾഫാക്ടറി. ഓൾഫാക്ടറി മെമ്മറി എന്ന് വെച്ചാൽ സ്മെല്ലാണ്. Olfactory memory is the ability to remember and recall information related to smell. സ്മെല്ലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് അത് നമുക്ക് എന്താ ഒരു പേഴ്സൺ ഓർമ്മ വരില്ല. ഒരു പെർഫ്യൂമിന്റെ when you smell a particular perfume it remind you of a personally past event നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ ഒരു മഴയുടെ സ്മെല്ല്, അതായത് സ്മെൽ ഓഫ് എ റെയിൻ, അത് നമുക്ക് ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. ചൈൽഡ്ഹുഡ് റിമൈൻഡ് ചെയ്യും. സ്മെൽ ഓഫ് ഹോസ്പിറ്റലിന്റെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മെഡിക്കൽ വിസിറ്റ്, ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത ഓർമ്മ വരും. ഇതാണ് ഓൾഫാക്ടറി മെമ്മറി, അതായത് സ്മെല്ല്. ഇനി ഫിഫ്ത്ത് വൺ ആണ് ഗസ്റ്റേറ്ററി മെമ്മറി. ടേസ്റ്റ് റിലേറ്റഡ് മെമ്മറിയാണ്. Gustatory memory is the memory related to taste. It refers to ability to remember and recognize different tastes. അതായത് ടേസ്റ്റ് റിലേറ്റഡ് മെമ്മറിയാണ് ഗസ്റ്റേറ്ററി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്വീറ്റ് ഡിഷ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ ഫെസ്റ്റിവൽ ഓർമ്മ വരും. ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. ടേസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ ഫുഡ് റിമൈൻഡ് യു ഓഫ് എ ചൈൽഡ്ഹുഡ്. സോ ഇതൊക്കെയാണ് എന്ത് ഗസ്റ്റേറ്ററി. അപ്പോൾ ഈ 5 സെൻസറി മെമ്മറിയിൽ വരുന്നത്. അതായത് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ വിഷൻ ആണ്, എക്കോയിക് പറഞ്ഞാൽ ഹിയറിംഗ് ആണ്, ഹാപ്റ്റിക് പറഞ്ഞാൽ ടച്ച് ആണ്, ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്, ഗസ്റ്റേറ്ററി പറഞ്ഞാൽ ടേസ്റ്റ്. ഈ 5 സെൻസറി മെമ്മറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഷോർട്ട് ടേം മെമ്മറി, STM. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. The part of memory that temporarily store a limited amount of information for a short duration, about 50 to 30 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. റിഹേഴ്സൽ ഇല്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? ഇപ്പം മറക്കും. എപ്പോഴും റിഹേഴ്സൽ വേണം. റിഹേഴ്സൽ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറക്കും. അതായത് പ്ലേസ് ഇൻ മെമ്മറി മോഡൽ പ്രപ്പോസ്ഡ് ബൈ റിച്ചാർഡ് അറ്റ്കിൻസൺ ആൻഡ് റിച്ചാർഡ് ഷിഫ്രിൻ in 1968. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ മെമ്മറി മോഡൽ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ മൾട്ടി സ്റ്റോർ മെമ്മറി മോഡൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇൻഫോർമേഷൻ മൂവ്സ് ഫ്രം സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. അതായത് ഡ്യൂറേഷൻ 15 മുതൽ 30 സെക്കൻഡ്സ് വരെയാണ്. റിഹേഴ്സൽ ഇല്ലെങ്കിൽ അത് മറക്കും. കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം മെമ്മറി ഡ്യൂറേഷൻ പറഞ്ഞു, ലാസ്റ്റ് അബൌട്ട് 50 to 30 സെക്കൻഡ് വിത്തൗട്ട് റിഹേഴ്സൽ ഇല്ലാതെ 15 മുതൽ 30 സെക്കൻഡ് വരെ ലാസ്റ്റ് ചെയ്യും. ഇൻഫോർമേഷൻ ഡിസപ്പിയർ ചെയ്യും ക്വിക്ലി. അത് റിപ്പീറ്റ് ചെയ്തില്ലേ പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആവും ഇൻഫോർമേഷൻസ്. ഇപ്പോൾ റിഹേഴ്സൽ വേണം. മൂന്നാമതാണ് കപ്പാസിറ്റി ഓഫ് ഷോർട്ട് ടേം മെമ്മറി. ഇത് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്, 7+2 ഐറ്റംസ്. അതായത് ജോർജ് മില്ലറിന്റെ തിയറിയാണ്. അതായത് 7+2 ഐറ്റംസ്, അതായത് 5 to 9 ഐറ്റംസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം ക്യാൻ ഹോൾഡ് 5 to 9 ഐറ്റംസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേമിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി അക്വസിറ്റിക് കോഡിംഗ് ആണ്, സൗണ്ട് ബേസ്ഡ് ആണ്, ലിമിറ്റഡ് കപ്പാസിറ്റി ആണ്, ടെമ്പററി ആണ്, ഡിസ്ട്രാക്ഷൻ വന്നാൽ ഈസി ആയിട്ട് മറക്കും. ഷോർട്ട് ടേമിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. മെയിൻലി അക്വസിറ്റിക് ആണ്, സൗണ്ട് ബേസ്ഡ് ആണ്, ലിമിറ്റഡ് കപ്പാസിറ്റി ആണ്, ടെമ്പററി, ഡിസ്ട്രാക്ഷൻ വന്നാൽ ഈസി ആയിട്ട് മറക്കും. എക്സാമ്പിൾ ആണ് റിപ്പീറ്റിംഗ് എ ഫോൺ നമ്പർ സൈലന്റ്ലി. അപ്പോൾ അതാണ് കോഡിംഗ് ഇൻ ഷോർട്ട് ടേം മെമ്മറി. അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയും ഷോർട്ട് ടേം മെമ്മറിന്റെ. ഇനി റോൾ ഓഫ് റിഹേഴ്സൽ. മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോൺ നമ്പർ സൈലന്റ് ആയി റിപ്പീറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റേഷൻ ഹെൽപ്പ് ട്രാൻസ്ഫർ ഇൻഫോർമേഷൻ ടു ലോങ് ടേം മെമ്മറി. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ എന്ത് ചെയ്യും? ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് എന്ത് റോൾ ഓഫ് റിഹേഴ്സൽ. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടെമ്പററി സ്റ്റോറേജ് ആണ്, ആക്റ്റീവ് പ്രോസസ്സിംഗ് ആണ്, ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ, ഈസിലി അഫക്റ്റഡ് ബൈ ഡിസ്ട്രാക്ഷൻ. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഷോർട്ട് ടേം മെമ്മറി എന്തൊക്കെയാണ്? OTP ഓർത്ത് വെക്കുക, അതായത് ഫ്യൂ സെക്കൻഡിലുള്ള OTP ഓർത്ത് വെക്കുക. ഡെയിൽ ചെയ്യാൻ നമ്പർ പഠിച്ചു വെക്കുന്നത്, അതായത് ഡെയിൽ ചെയ്യാൻ നമ്പർ പിടിച്ചു വെക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഷോർട്ട് ടേം മെമ്മറി? ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഇൻ ലേണിംഗ്, യൂസ്ഡ് ഇൻ ഡെയിലി കമ്മ്യൂണിക്കേഷൻ, എസെൻഷ്യൽ ഇൻ വർക്ക് പ്ലേസ്. ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ കുറച്ച് സമയം വരെ ടെമ്പററി ആയി സൂക്ഷിക്കുന്ന മെമ്മറിനെയാണ് എന്ത് പറയുന്നത്? ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആക്റ്റീവ് തിങ്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഉദാഹരണമായി ഒരു ഫോൺ നമ്പർ കേട്ടാൽ അത് കുറച്ച് സെക്കൻഡ് വരെ മാത്രം നമ്മൾ ഓർക്കും. റിഹേഴ്സൽ ചെയ്യില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? വേഗം മറന്നു. അതാണ് അതിൻ്റെ മെയിനായിട്ട് ഷോർട്ട് ടേം മെമ്മറിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി പറഞ്ഞാൽ
സാധാരണയായിട്ട് 15 മുതൽ 30 സെക്കൻഡ്സ് വരെയാണ് നിൽക്കുന്നത്. റിഹേഴ്സൽ ഇല്ലെങ്കിൽ എന്താണ് ഇൻഫോർമേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് മറന്നു പോകും. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടുതലാക്കാൻ സാധിക്കും. റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ എന്താ ഡ്യൂറേഷൻ കൂടുതലാക്കാൻ സാധിക്കും. അതായത് ഷോർട്ട് ടേം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ളതാണ്. അത്രയും മനസ്സിലാക്കിയത്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡ് ഉള്ളതാണ്. ഇതിന്റെ കപ്പാസിറ്റി ഓഫ് ഷോർട്ട് ടേം എന്ന് പറയുന്നത് ജോർജ് മില്ലർ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്. എന്ത് STM ഷോർട്ട് ടേം മെമ്മറിന്റെ കപ്പാസിറ്റി പറയുന്നത് 7+2 ഐറ്റം ആണ്. അതായത് കുറഞ്ഞ 5 ഐറ്റംസ്, അധികം എന്ന് പറയുന്നത് 9 ഐറ്റംസ്. ഉദാഹരണം 7 ഡിജിറ്റ് ഫോൺ നമ്പർ ഓർക്കാം, പക്ഷെ 15 ഡിജിറ്റ് നമ്പർ ഓർക്കുന്നത് എന്താ വളരെ കഷ്ടമല്ലേ. അതായത് 7 ഡിജിറ്റ് ഫോൺ നമ്പർ നമുക്ക് ഓർക്കാൻ പറ്റും, പക്ഷെ 15 ഡിജിറ്റ് നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഷോർട്ട് ടേം മെമ്മറിന്റെ ലിമിറ്റഡ് കപ്പാസിറ്റി ആണ് എന്ത് കാണിക്കുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി അക്വിസിറ്റിക് കോഡിംഗ് ആണ്. അതായത് സൗണ്ട് ബേസ്ഡ് ആണ്. ഷോർട്ട് ടേമിൽ ഇൻഫോർമേഷൻ സാധാരണ സൗണ്ട് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഉദാഹരണം ഒരു നമ്പർ സൈലന്റ് ആയി മനസ്സിൽ പറയുന്നത്. അതാണ് ഷോർട്ട് ടേം മെമ്മറിന്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വണ്. ലിമിറ്റഡ് കപ്പാസിറ്റി പറയുന്നത് ഒരു സമയത്ത് കുറച്ച് ഐറ്റംസ് മാത്രം എന്താ പിടിച്ചു വെക്കാൻ സാധിക്കും. ടെമ്പററി സ്റ്റോറേജ് വെച്ചാൽ പെർമനന്റ് അല്ല, കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മറന്നു പോകും. ആണ് ടെമ്പററി. ഇത് പെർമനന്റ് അല്ല, കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ മറന്നു പോകും. ഈ ഡിസ്ട്രാക്ഷൻ വന്നാൽ ഈസി ആയിട്ട് മറക്കും. ഒരു ഇന്റർപ്രിറ്റേഷൻ വന്നാൽ ഷോർട്ട് ടൈം മെമ്മറിയുടെ ഇൻഫോർമേഷൻ എന്താവും നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോൺ നമ്പർ ഓർക്കുമ്പോൾ വേറെ ആരെങ്കിലും സംസാരിച്ചാൽ എന്ത് ചെയ്യും മറന്നു. സോ അതാണ് ഡിസ്ട്രാക്ഷൻ വന്നാൽ ഈസി ആയിട്ട് മറക്കും. ഈ റിഹേഴ്സൽ എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്, മെയിൻ്റനൻസ് റിഹേഴ്സൽ. സെയിം ഇൻഫോർമേഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഉദാഹരണം ഫോൺ നമ്പർ സൈലന്റ് ആയി പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കുറച്ച് കൂടുതൽ നേരം നിൽക്കും. അതുപോലെ തന്നെ എന്താ റിപ്പീറ്റേഷൻ വഴി അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആകും. ഈ ഷോർട്ട് ടേം മെമ്മറിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ തന്നെ OTP ഓർക്കുന്നത് കുറച്ച് സെക്കൻഡ്സ്, ഒരു നമ്പർ ഡയൽ ചെയ്യാൻ വരെ പിടിച്ചു വെക്കുന്നത്, ടീച്ചർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് ഉടനെ റിപ്പീറ്റ് ചെയ്യുന്നത്, അഡ്രസ്സ് കുറച്ച് സമയം വരെ ഓർക്കുന്നത്. ഇതൊക്കെയാണ് ഷോർട്ട് ടേം മെമ്മറിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഷോർട്ട് ടേം മെമ്മറിയാണ് ഞാൻ പറയാണ്. ഷോർട്ട് ടേം മെമ്മറി നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിസിഷൻ മേക്കിംഗ്, ഒരു കാര്യം ചിന്തിച്ച് തീരുമാനം എടുക്കാൻ ഷോർട്ട് ടേം സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്താണ് ലേണിംഗ് പഠിക്കുമ്പോൾ പുതിയ ഇൻഫോർമേഷൻ ആദ്യം എവിടെയാണ് വരുന്നത്, ഷോർട്ട് ടേം മെമ്മറിയിൽ വന്നത് പിന്നെ എവിടേക്കാണ് പോകുന്നത്, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. പിന്നെ മൂന്നാമത്താണ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ. ഒരാൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മനസ്സിൽ വെച്ച് റിപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഷോർട്ട് ടേം മെമ്മറി വഴിയാണ്. ഇനി വർക്ക് പ്ലേസ് ടാസ്ക് ആണെങ്കിലോ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത് എല്ലാം ഷോർട്ട് ടേം മെമ്മറിന്റെ സഹായം കൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഷോർട്ട് ടേം മെമ്മറി. ഇനി ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി, സെൻസറി മെമ്മറി, ലോങ് ടേം മെമ്മറി ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഷോർട്ട് ടേം മെമ്മറി, സെൻസറി മെമ്മറി, ലോങ് ടേം മെമ്മറി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സെൻസറി മെമ്മറിയിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻ ആദ്യം എവിടെ എത്തും, ഷോർട്ട് ടേം മെമ്മറിയിൽ വരും. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആവും. റിഹേഴ്സൽ ഇല്ലെങ്കിൽ അത് മറന്നു പോകും. ഇതുകൊണ്ട് ഷോർട്ട് ടേം മെമ്മറി ടെമ്പററി ആയിരുന്നാലും ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് ഇത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് ടേം മെമ്മറി. ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് വളരെ കാലം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇൻഫോർമേഷൻ സൂക്ഷിക്കുന്ന മെമ്മറിയാണ് എന്ത് ലോങ് ടേം മെമ്മറി അറിയുന്നത്. ഇതിന് കപ്പാസിറ്റി അറിയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇപ്പം ഫസ്റ്റ് വണ്ണാണ് എക്സ്പ്ലിസിറ്റ്, അതായത് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നൊക്കെ പറയും. ഇത് കോൺഷ്യസ് മെമ്മറിയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കി ബോധപൂർവം ഓർത്ത് പറയാൻ കഴിയുന്ന മെമ്മറിയാണ് എന്ത് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പ്ലേസ് ഇൻ മെമ്മറി മോഡൽ പറയാം. പ്രപ്പോസ്ഡ് ബൈ റിച്ചാർഡ് അറ്റ്കിൻസൺ ആൻഡ് റിച്ചാർഡ് ഷിഫ്രിൻ ആണ് 1968. തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് മൾട്ടി സ്റ്റോർ മെമ്മറി മോഡലാണ് എന്ത് ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്ന സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം ആണ്. ഇനി അതിന്റെ ഡ്യൂറേഷൻ ഓഫ് LTM എന്ന് പറയുന്നത് പറഞ്ഞു, ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ഓർ ലൈഫ് ടൈം വരെ ഉണ്ടാവും. ഇൻഫോർമേഷൻ സ്റ്റോർഡ് പെർമനന്റ്ലി പ്രോപ്പർലി എൻകോഡഡ്. പിന്നെ മൂന്നാമത്താണ് കപ്പാസിറ്റി ഓഫ് ലോങ് ടേം മെമ്മറി, അതായത് അൺലിമിറ്റഡ് ആയിരിക്കും, can store vast amount of information. ഇനി അടുത്താണ് ഫോർത്ത് വൺ ആണ് ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അടുത്താണ്
ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി. ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, അതായത് ഡിക്ലറേറ്റീവ്. ഇത് കോൺഷ്യസ് മെമ്മറിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ബോധപൂർവം ഓർത്ത് പറയാൻ കഴിയുന്ന മെമ്മറിയാണ് ഇത് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എപ്പിസോഡിക് മെമ്മറി. പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്ന അനുഭവം സൂക്ഷിക്കുന്ന മെമ്മറിയാണ് എന്ത് എപ്പിസോഡിക് മെമ്മറി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിൽ ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒരു യാത്രാനുഭവം, ഇതൊക്കെ നമ്മുടെ എന്താ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതാണ് എന്ത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് എന്ത് സെമാൻറ്റിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി പറഞ്ഞാൽ ഫാക്ട് ആൻഡ് നോളജ് ആണ്. ഇത് ജനറൽ നോളജും ഫാക്ട്സും സൂക്ഷിക്കുന്ന മെമ്മറിയാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ജനറൽ നോളജും ഫാക്ട്സും സൂക്ഷിക്കുന്ന മെമ്മറി. ഉദാഹരണം, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാ? ന്യൂഡൽഹിയാണ്. അങ്ങനെ ഫാക്ട്സും നോളജും സൂക്ഷിക്കുന്ന മെമ്മറിയാണ് എന്ത് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. 2+2 4, കേരള ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, പകരം പഠിച്ചു മനസ്സിലാക്കിയ അറിവുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ സൂക്ഷിക്കുന്നത്. അതായത് ജനറൽ നോളജും ഫാക്റ്റും സൂക്ഷിക്കുന്ന മെമ്മറിയാണ് ഇത് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്, നോൺ ഡിക്ലറേറ്റീവ്. ഇതൊരു അൺകോൺഷ്യസ് മെമ്മറിയാണ്. അതായത് നമ്മൾ ഓർത്ത് ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് സ്കില്ലും ഹാബിറ്റും ആണ്. ഉദാഹരണം, ബൈസിക്കിൾ ഓടിക്കുന്നത്, കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത്, കാർ ഡ്രൈവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഒരു അൺകോൺഷ്യസ് മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് പറയുന്നത്. നമ്മൾ ഓർത്ത് ചിന്തിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ബൈസിക്കിൾ ഓടിക്കുക, കീബോർഡ് ടൈപ്പ് ചെയ്യുക, കാർ ഡ്രൈവ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ഓർത്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ നടക്കുന്നതാണ്. ഇനി കോഡിംഗ് ഇൻ ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിൽ ഇൻഫോർമേഷൻ മെയിൻലി എന്ത് വഴിയാ? സെമാൻറ്റിക് കോഡിംഗ് വഴി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ എന്താ സ്ട്രോങ് ആയി മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടും. നമ്മളിപ്പോൾ എന്ത് പഠിക്കുമ്പോഴും അർത്ഥമായിട്ട്, അതായത് മനസ്സിലാക്കി പഠിച്ചാൽ അത് എപ്പോഴും ഇവിടെ സ്റ്റോർ ചെയ്യും, ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അതായത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ലോങ് ടേം നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അതായത് അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ സ്ട്രോങ് ആയി മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടും. മനഃപ്പാഠം ചെയ്യുന്നതിനേക്കാൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നത് നന്നായിട്ട് എന്ത് ചെയ്യും ഓർമ്മയിൽ നിൽക്കും. ആണ് കോഡിംഗ് ഇൻ ലോങ് ടേം മെമ്മറി. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലോങ് ടേം മെമ്മറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വണ്ണാണ് പെർമനന്റ് സ്റ്റോറേജ്. വളരെ കാലം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കും. അതാണ് ഫസ്റ്റ് വൺ, പെർമനന്റ് സ്റ്റോറേജ്. രണ്ടാമത്താണ് ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക്കലി, അതായത് ഇൻഫോർമേഷൻ നന്നായി അറേഞ്ച് ചെയ്ത് സൂക്ഷിക്കപ്പെടും. മൂന്നാമത്താണ് മീനിങ് എൻകോഡിങ്. അർത്ഥമുള്ള രീതിയിൽ പഠിച്ചാൽ എന്താണ് ഓർമ്മ നിൽക്കും, സ്ട്രോങ് ആവും. അതായത് മീനിങ് ആയി പഠിച്ചാൽ എന്തായാലും നമുക്ക് ഓർമ്മയായിട്ട് നിൽക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. നാലാമത്തെയാണ് ഇമോഷൻ സ്ട്രോങ് കണക്ഷൻ, അതായത് സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ഇമോഷൻസ്. ഇമോഷണൽ അനുഭവങ്ങൾ വളരെ നന്നായി ഓർമ്മ നിൽക്കും. ഉദാഹരണം, സന്തോഷമുള്ള അല്ലെങ്കിൽ ദുഃഖമുള്ള അനുഭവങ്ങൾ. അതാണ് ഇമോഷൻസ്, സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലോങ് ടേം ആണ്. സ്റ്റോർ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. പ്രൊഫഷണൽ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഫഷണൽ സ്കിൽ യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫിലും യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അതായത് സ്റ്റോർസ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഫഷണൽ സ്കിൽ യൂസ്ഡ് ഇൻ എവറി. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്, ലോങ് ടേം മെമ്മറി എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമായ ഒരു റോൾ വഹിക്കുന്നുണ്ട്. ഇത് വളരെ കാലം ഇൻഫോർമേഷൻ സൂക്ഷിക്കുന്നുണ്ട്. അത് സ്റ്റോർ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ലോങ് ടേം നമ്മൾ പഠിച്ചതും അറിഞ്ഞതും എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിച്ച സബ്ജക്റ്റ്, ജനറൽ നോളേജ്, ലാംഗ്വേജ് സ്കിൽസ്, ഇതില്ലെങ്കിൽ നമ്മൾ പഠിച്ചെല്ലാം മറന്നുപോകും. അതായത് സ്കൂളിൽ പഠിച്ച സബ്ജക്റ്റ്, ജനറൽ നോളജ്, ലാംഗ്വേജ് സ്കിൽസ്, ഇതൊക്കെ എന്താ സ്റ്റോർ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻസ് ആണ്. ഇനി അടുത്താണ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ മുൻപ് കിട്ടിയ അനുഭവങ്ങളും അറിവുകളും ബേസ് ചെയ്ത് തന്നെ തീരുമാനം എടുക്കുന്നു. ഉദാഹരണം, മുൻപുണ്ടായ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് കറക്റ്റ് ചോയ്സ് എടുക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്താണ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഫഷണൽ സ്കിൽസ്. ജോബിൽ ആവശ്യമുള്ള സ്കിൽസ് ലോങ് ടേമിലാണ് സൂക്ഷിക്കുന്നത്. ഉദാഹരണം, ടീച്ചർ ടീച്ചിങ് സ്കില്ല്, ഡോക്ടർ മെഡിക്കൽ നോളജ്, ടൈപ്പിംഗ്, ഡ്രൈവിംഗ് പോലെ ഉള്ള സ്കിൽസ്. നാലാമത്തെയാണ് എന്ത്
യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫ്. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ് ലോങ് ടേമിന്റെ സഹായത്തോടെയാണ്. ഉദാഹരണം, വീട്ടിൽ പോകുന്ന വഴി ഓർക്കുന്നത്, ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഓർക്കുന്നത്, കുക്കിംഗ് റെസിപ്പീസ് ഓർക്കുന്നത്, ഇതൊക്കെ എന്താ യൂസ്ഡ് ഇൻ എവറിഡേ ലൈഫാണ്. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി സ്ട്രോങ് ആവുന്നത് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ, റിഹേഴ്സൽ. ഇൻഫോർമേഷൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് സ്ട്രോങ് ആയി മെമ്മറിയിൽ നിൽക്കും. അതൊരു ഇൻഫോർമേഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്താണ് നമ്മുടെ മെമ്മറിയിൽ ലോങ് ടേം ആയിട്ട് അവിടെ തന്നെ നിൽക്കും. ഉദാഹരണം, എക്സാം പഠിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാമിന് പഠിക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ആവുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ മീനിങ് ലേണിംഗ്. മീനിങ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, വേഗം മറക്കില്ല. മനഃപ്പാഠം ചെയ്യുന്നതിനേക്കാൾ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് എന്താ ഓർമ്മ സ്ട്രോങ് ആവും. അത് മീനിങ് ലേണിംഗ്. മൂന്നാമത്തത് ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇമോഷണൽ ആയ സംഭവങ്ങൾ വേഗം മറക്കില്ല. ഉദാഹരണം, വളരെ സന്തോഷമുള്ള ദിവസം നമ്മൾ മറക്കില്ല. വളരെ ദുഃഖമുള്ള അനുഭവം അത് മറക്കില്ല. അപ്പോൾ ഇമോഷൻസ് മെമ്മറി എന്താ സ്ട്രോങ് ആക്കുന്നു. ഇനി നാലാമത്തെയാണ് റിപ്പീറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സ്കിൽസ് പെർമനൻ്റ് ആവും. ഉദാഹരണം, ഡെയിലി ടൈപ്പിംഗ് പ്രാക്ടീസ്, ബൈസിക്കിൾ ഓടിക്കൽ പ്രാക്ടീസ്, സൈക്കിൾ ഓടിക്കുക, ടൈപ്പ് ചെയ്യുക, ഇതൊക്കെ എന്താണ് റിപ്പീറ്റേഷനും പ്രാക്ടീസ്. അതായത് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് സ്കിൽസ് പെർമനൻ്റ് ആവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലോങ് ടേം മെമ്മറിയിൽ സ്ട്രോങ് കണക്ഷൻസ് ഉണ്ടാക്കും. ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം മെമ്മറീൻ്റെ കൺക്ലൂഷൻ, ലാസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ലോങ് ടേം മെമ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലോങ് ടേം മെമ്മറി നമ്മുടെ അറിവും അനുഭവവും സ്കിൽസും സൂക്ഷിക്കുന്ന ഒരു പെർമനന്റ് മെമ്മറിയാണ്. അതായത് നമ്മുടെ അറിവ്, നമ്മുടെ നമ്മുടെ അറിവ്, അനുഭവം, ഇത് പേഴ്സണൽ ഡെവലപ്മെന്റ്സ്, ലേണിങ്സ് ഒക്കെ. അപ്പം നമ്മുടെ അറിവും അനുഭവവും സ്കിൽസും ഒക്കെ സൂക്ഷിക്കുന്ന പെർമനന്റ് മെമ്മറിയാണ് എന്ത് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. റിഹേഴ്സൽ, മീനിങ് ലേണിംഗ്, ഇമോഷൻസ്, പ്രാക്ടീസ്, ഇവയൊക്കെ ലോങ് ടേം മെമ്മറി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് മെമ്മറീൻ്റേത്. ഇത്രയാണ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, മെമ്മറി എന്താണ്, അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ.